എയറും വാട്ടറും കഴിഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്ന വേറൊരിതാണ് അടുത്തതാണ് സോളിഡ് വേസ്റ്റുകൾ. സോ എന്താണെങ്കിലും നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന എല്ലാമാണ് സോളിഡ് വേസ്റ്റുകൾ എന്ന് പറഞ്ഞത്. അതിനെ പിക്ക് ചെയ്യുന്നതാണ് മുനിസിപ്പാലിറ്റി. സോ മുനിസിപ്പാലിറ്റീസ് ഈ ചവറ്റുകുട്ടയിൽ നമ്മൾ കളയുന്ന എല്ലാ ഐറ്റത്തിനെയും അവർ പിക്ക് ചെയ്യുന്നു. സോ ആ ടൈപ്പ് വേസ്റ്റുകളാണ് നമ്മൾ പറയുന്ന സോളിഡ് വേസ്റ്റുകൾ. സോ ഈ സോളിഡ് വേസ്റ്റുകളെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് കളക്ട് ചെയ്ത് മുനിസിപ്പാലിറ്റികൾ കൊണ്ടുപോയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. സോ ഈ സോളിഡ് വേസ്റ്റുകളിൽ ഏതൊക്കെ കാറ്റഗറിയാണ്, എവിടെ നിന്നൊക്കെയാണ് ഈ സോളിഡ് വേസ്റ്റുകൾ കിട്ടുന്നത് നോക്കാം. സോ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റുകൾ നമുക്ക് കിട്ടുന്നത് ഹോം, ഓഫീസസ്, സ്റ്റോർ, സ്കൂൾ, ഹോസ്പിറ്റൽസ്, ഇവിടെ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളാണ് നമ്മൾ പറയുന്ന സോളിഡ് വേസ്റ്റുകൾ. ഹോം, ഓഫീസസ്, സ്റ്റോർ, സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റലുകളിൽ നിന്ന്. എന്തൊക്കെയാണ് സോളിഡ് വേസ്റ്റിൽ വരുന്നത്? സാധാരണയായി നമ്മൾ പറയുന്നത് പേപ്പർ, ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്സ്, ഗ്ലാസ്, മെറ്റൽസ്, റബ്ബർ, ലെതർ, ടെക്സ്റ്റൈൽ തുടങ്ങിയവയാണ് നമ്മൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ പറയുന്നത്. പേപ്പർ, ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽസ്, റബ്ബർ, ലെതർ, ടെക്സ്റ്റൈൽ തുടങ്ങിയവയാണ് സോളിഡ് വേസ്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇതൊക്കെ നമ്മൾ ചവറ്റുകുട്ടയിൽ കളയുന്ന വേസ്റ്റുകളാണ്. ഈ വേസ്റ്റുകളെ ചവറ്റുകുട്ടയിൽ കളയുന്ന ഈ ട്രാഷ് ആയിട്ട് നമ്മൾ കളയുന്ന ആ വേസ്റ്റുകളാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റീസ് വന്നിട്ട് അത് കളക്ട് ചെയ്യുന്നു. സോ ഈ സോളിഡ് വേസ്റ്റുകളെ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട്, അത് പൊല്യൂട്ടഡ് ആവാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താ? മെജോറിറ്റി നമ്മൾ ഈ സോളിഡ് വേസ്റ്റുകളെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ സോളിഡ് വേസ്റ്റുകളെ ബേൺ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ബേണിംഗ് ആണ്, കത്തിച്ച് കളയുക. സോ നമ്മൾ ഈ വേസ്റ്റുകളെ ബേൺ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ വേസ്റ്റുകളുടെ വോള്യം കുറയുന്നു. നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വോള്യം കുറയാൻ തുടങ്ങുന്നു. ഇനി കത്തിക്കാതെ നമ്മൾ ഒരു ഓപ്പൺ ഡംപിലാണ് ഇടുന്നുണ്ടെങ്കിൽ, ഓപ്പൺ ഡംപ്സിലാണ് അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഈ വേസ്റ്റുകൾ ഇടുന്നുണ്ടെങ്കിൽ അവിടെ അതുപോലെ തന്നെ പൂർണ്ണമായി കത്തിത്തീരാത്ത സോളിഡ് വേസ്റ്റുകളും അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഡംപ് ചെയ്തിട്ടുള്ള സോളിഡ് വേസ്റ്റുകളും പിന്നീട് അതൊരു ബ്രീഡിംഗ് ഗ്രൗണ്ടുകളായിട്ട് മാറും. റാറ്റ് ഫ്ലൈസ്, ഇതുപോലത്തെ റാറ്റ് ഫ്ലൈനൊക്കെ ഒരു ബ്രീഡ് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് ഇങ്ങനത്തെ ഓപ്പൺ ഡമ്പുകൾ മാറും സോളിഡ് വേസ്റ്റുകളുടെയൊക്കെ, ഇൻ കേസ് ആ സോളിഡ് വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആയില്ലെങ്കിലും. സോ നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, സോ ബേണിങ്ങിനേക്കാൾ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് സാനിറ്ററി ലാൻഡ് ഫില്ലുകളാണ്. സോ സാനിറ്ററി ലാൻഡ് ഫിൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഓപ്പൺ ബേണിംഗ് ഡംപ്സ്. ആ തുറസായ സ്ഥലങ്ങളിൽ ആ ഡംപ് ചെയ്ത് അവിടെ ബേൺ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് സോളിഡ് വേസ്റ്റുകളെ റിമൂവ് ചെയ്യാനായിട്ടുള്ളത് സാനിറ്ററി ലാൻഡ് ഫില്ലുകൾ. സോ സാനിറ്ററി ലാൻഡ് ഫില്ലുകളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ വേസ്റ്റുകളെ നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രെഞ്ചിൽ, തോടുകളിലോ അല്ലെങ്കിൽ ഡിപ്രഷനിൽ, കുഴികളിലൊക്കെ ഡംപ് ചെയ്യാണ് നമ്മൾ വേസ്റ്റുകളെ ചെയ്യുന്നത്. സോ സാനിറ്ററി ലാൻഡ് ഫില്ലുകളിൽ വേസ്റ്റുകൾ തോടുകളിലും അല്ല അങ്ങനെയുള്ള ഡിപ്രഷനുകളിലൊക്കെ കുഴികളിലൊക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നു. അങ്ങനെ കോമ്പാക്റ്റായിട്ട് നല്ലോണം മേലേക്ക് നമ്മൾ ഡംപ് ചെയ്ത് ഓരോ ദിവസം ഡേർട്ട് അത് വെച്ച് കവർ ചെയ്യുന്നു. ഇതാണ് സാനിറ്ററി ലാൻഡ് ഫിൽ. സോ ബേണിങ്ങിനേക്കാളും കുറച്ചും കൂടി നല്ല ഒരു മെത്തേഡ് എന്ന് പറയും, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഴികളിലും തോടുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ കോമ്പാക്ട് ചെയ്ത് വേസ്റ്റുകളെ ഡംപ് ചെയ്ത് ഓരോ ദിവസവും ഡേ ബൈ ഡേ ഡേർട്ടുകൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ വീട് ടൗണിലോ സിറ്റിയിലോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ഫിൽ സൈറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ലാൻഡ് ഫിൽ സൈറ്റ് എന്ന് പറയുന്നത് നികത്തിയ സ്ഥലങ്ങളാണ്. സോ അങ്ങനത്തെ സ്ഥലങ്ങൾ ലാൻഡ് ഫിൽ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോ ലാൻഡ് ഫിൽ സൈറ്റ് നമ്മൾ ബേണിങ്ങിനേക്കാളും കുറച്ചും കൂടി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ ലാൻഡ് ഫിൽ സൈറ്റ് ഒട്ടും തന്നെ നമുക്കൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, പരിഹാര മാർഗമല്ല. കാരണം എമൗണ്ട് ഓഫ് ഗാർബേജുകൾ
ഡെയിലി ഉണ്ടാകുന്ന ഗാർബേജുകളുടെ എമൗണ്ട് മെട്രോ സിറ്റീസിലൊക്കെ കൂടിക്കൂടി വരുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞ ഒരു മാർഗം ബേണിങ്ങിനെ അപേക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിലും അത്രയ്ക്ക് നല്ലൊരു സൊല്യൂഷൻ അല്ല. ബിക്കോസ് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഗാർബേജ് വേസ്റ്റുകളാണ് ഡേ ബൈ ഡേ എല്ലാ മെട്രോ സിറ്റീസിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ലാൻഡ് ഫില്ലാണെങ്കിലും ഈ പറഞ്ഞ തോടുകളിലുമൊക്കെ നമ്മളിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കോമ്പാക്റ്റായിട്ട് ഈ പറഞ്ഞ വേസ്റ്റുകളെ ഡംപ് ചെയ്താലും ഡിപ്രഷനുകളിൽ ഡംപ് ചെയ്താലും പിന്നീട് ഇവിടെ നിന്ന് ഈ പറഞ്ഞ വേസ്റ്റിലുള്ള കെമിക്കൽസൊക്കെ സീപ്പേജ് നീരൊഴുകി അടുത്തുള്ള വാട്ടർ റിസോഴ്സസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ സീപ്പേജ് ഓഫ് കെമിക്കൽസ് ലാൻഡ് ഫില്ലിൻ്റെ ഒരു നെഗറ്റീവ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത്ര ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഗാർബേജ് വേസ്റ്റുകൾ ഡേ ബൈ ഡേ മെട്രോ സിറ്റീസിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇത് അത്ര നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം സീപ്പേജ് ഓഫ് കെമിക്കൽസ്, ഈ ലാൻഡ് ഫില്ലുകളിൽ നിന്നൊക്കെ കെമിക്കൽസ് നീരൊഴുകി അടുത്തുള്ള വാട്ടർ റിസോഴ്സസിലേക്ക് എത്തി അതിനെ പൊള്യൂട്ട് ചെയ്യുന്നു, മലിനീകരിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇത് കൊണ്ട് തന്നെ അത്ര നല്ലൊരു സൊല്യൂഷനാണ് ഈ ലാൻഡ് ഫിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സാനിറ്ററി ലാൻഡ് ഫില്ലുകൾ. സോ നമുക്ക് എന്തൊരു സൊല്യൂഷനായിരിക്കും ഈ വേസ്റ്റുകൾക്ക് വേണ്ടി നമുക്ക് സോളിഡ് വേസ്റ്റുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക? ബിക്കോസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു സെൻസിറ്റീവ് ആവേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. സോ അങ്ങനത്തെ വേസ്റ്റുകളെ നമ്മൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന എല്ലാ വേസ്റ്റുകളെയും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ കാറ്റഗറൈസ് ചെയ്യുക, തരംതിരിക്കുക. 3 കാറ്റഗറിയിൽ നമുക്ക് ഈ സൊല്യൂഷൻ വേസ്റ്റുകളെ നമ്മൾ സോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ 3 കാറ്റഗറിയാണ്. ഒന്ന് ബയോഡിഗ്രേഡബിൾ, മൈക്രോ ഓർഗാനിസത്തിന് അതിനെ ഡികമ്പോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ, ബയോഡിഗ്രേഡബിൾ. രണ്ടാമത്തത് റീസൈക്ലബിൾ, അത് നമുക്ക് വീണ്ടും തിരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന റീസൈക്ലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ റീയൂസ് ചെയ്യാമെന്ന് പറയാം, അല്ലെങ്കിൽ റീസൈക്കിൾ, അതിനെ വേറൊരു തരത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നോൺ ബയോഡിഗ്രേഡബിൾ, ഈ മൈക്രോ ലിവിങ് ഓർഗാനിസത്തിനെ കൊണ്ട് ഡിഗ്രേഡ് ചെയ്ത് കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള വേസ്റ്റുകൾ. സോ എല്ലാ വേസ്റ്റുകളെയും നമ്മൾ ഈ 3 കാറ്റഗറിയിൽ സോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ, റീസൈക്ലബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ, നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ. ഈ 3 കാറ്റഗറിയിലായിട്ട് വേസ്റ്റുകളെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. സോ ഈ പറഞ്ഞ വേസ്റ്റിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നതിൽ വളരെയധികം ഒരു പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ കുപ്പി, പാട്ട അങ്ങനെ പറക്കാൻ വരുന്നവരൊക്കെ. സോ അവരൊക്കെ അതുപോലെ ഇങ്ങനത്തെ വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ വരുന്നവർ ഏറ്റവും നല്ലൊരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അവരാണ് ഇതിലെ പ്ലാസ്റ്റിക് ഐറ്റത്തിനെയും അല്ലെങ്കിൽ ബോട്ടിൽ ഐറ്റത്തിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നത് അവരാണ്. സോ അവരാണ് ഈ പറഞ്ഞ 3 കാറ്റഗറികളായിട്ട് ഈ പറഞ്ഞ വേസ്റ്റുകളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. റാഗ് പിക്കേഴ്സ്, ഇതുപോലെ കുപ്പി, പാട്ട അതൊക്കെ പറക്കാൻ വരുന്നവർ, അല്ലെങ്കിൽ അവരൊക്കെ ഏറ്റവും നല്ലൊരു ജോലിയാണ് ഈ പറഞ്ഞ വേസ്റ്റുകളെ 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളെയൊക്കെ നമുക്ക് ഒരു വലിയ കുഴികൾ, ഡീപ്പ് പിറ്റുകൾ വെച്ചിട്ട് കുഴിച്ചിട്ട് നമുക്ക് ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളെയൊക്കെ ഗ്രൗണ്ടിൽ ഡീപ്പ് പിറ്റ് വെച്ച് ആ കുഴികളിൽ നമുക്ക് നിറയ്ക്കാവുന്നതേ ഉള്ളൂ. അതിന് നാച്ചുറൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ മൈക്രോ ഓർഗാനിസം വഴി സാധ്യമാവും. അതിൽ ലീവ്സുമാണ് ഡിസ്പോസ്ഡ് ആവുന്നത്. അതൊക്കെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ആയതുകൊണ്ട് മൈക്രോ ഓർഗാനിസംസ് അതിനെ ഡീകമ്പോസ് ചെയ്ത് അത് സോയിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആക്കി മാറ്റിക്കോളും. സോ അത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൻ്റെ ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഗാർബേജുകളെ ജനറേറ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരുപാട് വേസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഗാർബേജുകൾ. അത് പരമാവധി ഉണ്ടാകുന്നത് തടയാനായിട്ട് ആയിരിക്കണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. സോ തീർച്ചയായും നമ്മുടെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം ഈ ഗാർബേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് നമ്മൾ തടയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ കൂടുതലായിട്ട് നമ്മൾ നോൺ ബയോഡിഗ്രേഡബിൾ പ്രോഡക്റ്റുകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ ഉപയോഗം നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഉപയോഗം ഒരുപാട് കൂടിയിരിക്കുകയാണ്. അതും നമ്മൾ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു റെഡിമെയ്ഡ് പാക്കറ്റുകൾ, നമ്മൾ ഒരു കടയിൽ പോയി ഒരു റെഡിമെയ്ഡ് പാക്കറ്റ്
സംതിങ് ലൈക്ക് ഈറ്റബിൾസ്, എന്തെങ്കിലും കഴിക്കാവുന്നതിൻ്റെ ഏതെങ്കിലും റെഡിമെയ്ഡ് പാക്കറ്റുകൾ. ഫോർ എക്സാമ്പിൾ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്താ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ എത്രമാത്രം പ്രൊട്ടക്റ്റീവ് ലെയേഴ്സുകൾ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ആ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും പ്ലാസ്റ്റിക് ആയിരിക്കും. സോ അത് നമ്മൾ തീർച്ചയായും നമ്മുടെ എൻവയോൺമെൻറ്റിനെ പൊള്യൂട്ട് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. അതുപോലെ നമ്മുടെ ഡെയിലി യൂസേജ് പ്രോഡക്റ്റുകൾ, മിൽക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്ടർ ആയിക്കോട്ടെ, മിൽക്ക്, വാട്ടർ എന്നീ ഡെയിലി യൂസേജ് പ്രോഡക്റ്റുകൾ പോലും നമ്മൾ പോളിത്തീൻ ബാഗുകളിൽ നമ്മൾ ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ പോളിത്തീൻ ബാഗുകളിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ സിറ്റികളിലൊക്കെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോളിസ്ട്രീൻ പ്ലാസ്റ്റിക് പാക്കുകളിൽ കിട്ടുന്നു. സോ ഈ പറഞ്ഞ എല്ലാ പ്രവൃത്തികളും അൾട്ടിമേറ്റ്ലി ഒരു എൻവയോൺമെൻ്റൽ പൊല്യൂഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. സോ പരിസ്ഥിതിയെ മലിനീകരിക്കുന്നതിൽ ഈ പറഞ്ഞ നമ്മുടെ ഉപയോഗങ്ങളൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ് അക്രോസ് എ കൺട്രി, സോ ഈ രാജ്യത്തുടനീളം സ്റ്റേറ്റ് ഗവൺമെൻറ് മാക്സിമം ഈ പറഞ്ഞ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ തടയാനുള്ള മാർഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സോ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും പകരം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജസ് ഉപയോഗിക്കാനുമുള്ള എല്ലാ എഫേർട്ടുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സോ നവഡേയ്സ് നമ്മൾ ഇപ്പോൾ എല്ലാവരും പോളിത്തീൻ ബാഗുകൾ അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി പാക്കേജസുകളാണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി പ്രകാരം. അതുപോലെ തന്നെ നമുക്ക് ഓരോ വട്ടവും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ക്യാരി ബാഗ്, ഷോപ്പിംഗ് ബാഗ്, എസ്പെഷ്യലി നമുക്ക് ഫൈബർ കണ്ടൻ്റായിട്ടുള്ള പോളിത്തീൻ ബാഗുകൾ നമുക്ക് പോളിത്തീൻ ബാഗുകൾ റിഫ്യൂസ് ചെയ്തുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഫൈബർ ക്യാരി ബാഗുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് ബാഗുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. സോ ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് സഹായം, അതായത് ഈ സോളിഡ് വേസ്റ്റുകൾ ജനറേറ്റ് ഉണ്ടാകുന്നത് തടയാനായിട്ട് ഇതുമൂലം സാധിക്കും. ഇനി പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ അവിടെ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഭയങ്കര ഹസാഡസ് ആയിട്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്നത്. ഡിസ്ഇൻഫെക്റ്റന്റുകൾ ഉണ്ടാവും, ഹാംഫുള്ളായിട്ട് കെമിക്കൽസ് ഉണ്ടായിരിക്കും, പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും ഹോസ്പിറ്റലുകളിൽ നിന്ന്. സോ അവരെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കെയർഫുള്ളി ട്രീറ്റ് ചെയ്തിട്ട് മാത്രമേ അതിനെ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളതുള്ളൂ. സോ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട്, സോളിഡ് വേസ്റ്റുകളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗമാണ് യൂസ് ഓഫ് ഇൻസിനറേറ്റേഴ്സ് എന്ന് പറയുന്നത്, ജ്വലനം എന്ന് പറയുന്നത്. സോ ഇൻസിനറേറ്ററിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ പറഞ്ഞ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ നമുക്ക് ഒരു സുരക്ഷിതമായ രീതിയിൽ നമുക്ക് നശിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റുകൾ അഥവാ ഇ വേസ്റ്റുകൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കമ്പ്യൂട്ടറുകൾ, ഇറിപ്പയറബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഡിവൈസുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗുഡുകൾ. സോ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കമ്പ്യൂട്ടർ ഡിവൈസുകളോ അതൊക്കെയാണ് നമ്മൾ പറയുന്ന ഇലക്ട്രോണിക് അഥവാ ഇ വേസ്റ്റുകൾ. സോ പകുതിയിലധികം ഇലക്ട്രോണിക് വേസ്റ്റ് അഥവാ ഇ വേസ്റ്റുകൾ നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും കിട്ടുന്ന പകുതിയിലധികം ഇലക്ട്രോണിക് വേസ്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലേക്കാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് നമ്മുടെ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. സോ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലേക്കാണ് ഡെവലപ്ഡ് വേൾഡിലുള്ള പകുതിയിലധികം ഇലക്ട്രോണിക് അഥവാ ഇ വേസ്റ്റുകളെയും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഈ വേസ്റ്റുകളെ എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോണിക് അഥവാ ഈ വേസ്റ്റുകളെ അവർ റിക്കവർ ചെയ്യണം. ഡെവലപ്പിംഗ് കൺട്രീസിൽ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഇവിടെ ഈ കൺട്രിയുടെ പ്രത്യേകത നമ്മൾ നിരവധി മെറ്റൽസുകളെ കോപ്പർ, അയൺ, സിലിക്കൺ, നിക്കൽ, ഗോൾഡ്. സോ കോപ്പർ, അയൺ, നിക്കൽ, സിലിക്കൺ, ഗോൾഡ് പോലെയുള്ള മെറ്റൽസിനെ റീകവർ ചെയ്ത് റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെ മാറ്റുന്ന ഒരു കൺട്രീസാണ് നമ്മൾ ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസ്. സോ ഡെവലപ്ഡ് വേൾഡിലുള്ള ഈ വേസ്റ്റുകളെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ പോലെയുള്ള കൺട്രീസിൽ അവിടെ ഈ പറഞ്ഞ മെറ്റൽസുകൾ അയൺ, സിലിക്കൺ, കോപ്പർ, ഗോൾഡ്,
നിക്കൽ ഇതുപോലത്തെ മെറ്റൽസിനെയൊക്കെ റിക്കവർ ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രീസിൽ. സോ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് വേസ്റ്റുകളെ റീസൈക്കിൾ ചെയ്യാനായിട്ട് നല്ലൊരു ഫെസിലിറ്റീസ് ഉണ്ട്. സോ പ്രോപ്പറായ രീതിയിൽ ഇലക്ട്രോണിക് അഥവാ ഈ വേസ്റ്റുകളെ റീസൈക്കിൾ ചെയ്യാനുള്ള പ്രോപ്പർ ഡിവൈസസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസുകളുണ്ട്. എന്നാൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ പറഞ്ഞ ഇലക്ട്രോണിക് അഥവാ ഈ വേസ്റ്റുകളെ അവർക്ക് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അവിടെ മാനുവൽ പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. സോ മാനുവൽ പാർട്ടിസിപ്പേഷൻ വഴി ഇലക്ട്രോണിക് അഥവാ ഈ വേസ്റ്റുകളെ നമ്മൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള മാനുവൽ പാർട്ടിസിപ്പേഷനിലുള്ള വർക്കേഴ്സ്, സോ മാൻ പവറാണ് അവിടെ ആവശ്യം. സോ ആ വർക്കേഴ്സിന് ഈ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുമായിട്ട് എക്സ്പോസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നു. സോ ഇലക്ട്രോണിക് വേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിക് സബ്സ്റ്റൻസുകൾക്കുമായിട്ട് നമ്മുടെ ഇവിടെയുള്ള വർക്കേഴ്സ് ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള വർക്കേഴ്സിന് അവർ അതുമായിട്ട് എക്സ്പോസ്ഡ് ആവേണ്ടതായിട്ട് വരുന്നു. സോ ഓൺലി സൊല്യൂഷൻ എന്ന് പറയുന്നത്, സോ നോർമലി ഇലക്ട്രോണിക് ഈ വേസ്റ്റുകൾ ബറീഡിൽ ലാൻഡ് ഫില്ലുകളിൽ ബറി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസിനറേറ്റ് ചെയ്യാം. സോ ഒന്നുകിൽ നമുക്ക് ബറീഡിനെ ലാൻഡ് ഫിൽ അല്ലെങ്കിൽ ഇൻസിനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇലക്ട്രോണിക് ഈ ഫിൽ. സോ ഏറ്റവും നല്ല മെത്തേഡ് റീസൈക്ലിംഗ് ഓഫ് ഇതുപോലത്തെ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സോ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഈ വേസ്റ്റുകളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ. അതായത് ഈ റീസൈക്ലിംഗ് ഓഫ് ഇലക്ട്രോണിക് വേസ്റ്റിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനറിൽ മാത്രം ഈ പറഞ്ഞ ഇലക്ട്രോണിക് അഥവാ ഈ വേസ്റ്റുകളെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ബറീഡ് ഇൻ ലാൻഡ് ഫിൽസ് അല്ലെങ്കിൽ ഇൻസിനറേറ്റ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റുകളെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഇല്ലാതാക്കാനായിട്ട് ഇവരെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മാർഗങ്ങൾ.